എല്ലാവർക്കും നമസ്കാരം. വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മീൻപിടുത്തം, അതായത് ഫിഷിങ്ങിന് പോവുകയാണ്. മീൻ കിട്ടുമോ അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് മീൻപിടുത്തത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫിഷിങ്ങിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ഹലോ ഏട്ടാ, ഇങ്ങോട്ടാണോ? നേരെയാണോ ഇതോ? എന്നാ പോ. എൻ്റെ പേരെന്നായിരുന്നു? രാജീവ് ആണ്. ഇവര് ഇവിടെ ഈ കിടങ്ങൂർ ഭാഗത്തൊക്കെ അത്യാവശ്യം മീൻ പിടിക്കുന്നവരാണ്. അപ്പോൾ ഈ സാധനം നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സിലെ സെബിൻചാന്റെ വീഡിയോ കാണാം. ഇതിന്റെ പേരെന്നാ ശരിക്കും? ഇത് ഫ്ലിപ്പ് ഫ്രോഗ് എന്ന് പറയും. ഫ്ലിപ്പ് ഫ്രോഗ്. ഫ്ലിപ്പ് ഫ്രോഗ്. ഓഹോ. ഇത് ശരിക്കും പറഞ്ഞാൽ വലിച്ചെറിയോ അല്ലേ? വലിച്ചെറിയണ്ട, നമ്മൾ ഇല്ല. അതെങ്ങനെയാ ഇതിന്റെ ശരിക്കും പറഞ്ഞ? ഇതിപ്പോ ഇതിന്റെ ഈ ലോക്ക് ഉണ്ട്, ഈ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യും. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടാണ് എറിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ ഈ കൈ റിലീസ് ആക്കി കൊടുക്കണം. ഓഹോ, അങ്ങനെ റിലീസ് ആക്കണം അല്ലേ? അങ്ങ് പോയി കിടക്കും. ഏകദേശം ഇതൊരു എത്ര രൂപ മിനിമം എത്ര രൂപ തൊട്ട് നമുക്ക് ഈ ടാക്കിൾസ് മേടിക്കാൻ കിട്ടും? ഒരു ഓരോ റീലിന് ഇപ്പം ഓരോരുത്തരും ഓരോ റേറ്റ്. നമുക്ക് മാക്സിമം ഒരു 4,500 രൂപയൊക്കെ അത്യാവശ്യം നല്ല സാധനം മേടിക്കാൻ പറ്റും. ഇപ്പൊ ഈ ചേണ്ടയിലിരിക്കുന്ന വിഷ്ണു ചേണ്ടയിലിരിക്കുന്ന എത്ര രൂപ വിലയുള്ള? എൻ്റെ ഒരു 11 രൂപ അടുത്ത് വിലയുണ്ട്. 11 രൂപ. അപ്പൊ ഇതിനകത്ത് നമുക്ക് എത്ര കിലോ വരെ നമുക്ക് പിടിക്കാൻ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് ഡ്രാഗ് കപ്പാസിറ്റി നമുക്ക് എത്ര വലിയ മീനെ വരെ പിടിക്കാം. ഞാനൊരു 16-17 കിലോ വരെ മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ആണല്ലേ? ഇവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് വന്ന് പിടിക്കുന്ന സ്ഥലമല്ലേ? ഇതൊക്കെ സ്ഥിരമായിട്ട് പിടിക്കുന്ന. ഇവിടെ എന്നാക്ക മീനാ കിട്ടുന്നത് സാധാരണ? ഇവിടെ ചെറുമീനുണ്ട്, രോഹുണ്ട്, പിന്നെ വാഗ കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമ വേണ്ട ഒരു പരിപാടിയല്ലേ? പിന്നെ തീർച്ചയായും സമയമാണ്. ആ ഒരു വീഡിയോ എടുത്തത് വരാലിന്റെ പാർപ്പാണ്. ഏതാ? ഒരു ഞൊരി വരുന്നുണ്ട്, അവിടെ കുറെ ഇതായിട്ട് വരുന്നുണ്ട്. പൊങ്ങി അങ്ങോട്ട് അടുത്ത് വന്നിട്ട് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുമോ. അപ്പോഴത്തേക്ക് ഒരു മീൻ പിടിക്കുന്നതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കും. ചേട്ടായി അതൊന്ന് കാണിച്ചേട്ടെ. ഇത് ശരിക്കും എന്തിനു വേണ്ടിയുള്ള കൊളുത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് സ്പൈഡർ കുക്ക് എന്ന് പറയും. സ്പൈഡർ എന്ന് പറയും. ഇത് നമ്മൾ സാധാരണ എല്ലാ പുല്ലന് അതുപോലെ തന്നെ രോഹു, കട്ടള എല്ലാം ഏത് മീനും കയറി അടിക്കും ഇതിനകത്ത്. പിന്നെ കിട്ടാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. 8 എണ്ണം വരുന്നതാണോ? അതോ 8 16? ഇതെങ്ങനെയാ ഇതിന്റെ ഫ്രണ്ടിൽ ഈ കൊളുത്തുന്നു? അതൊന്നുമല്ല, നമ്മൾ ഈ ഫീഡറിനകത്തോട്ട് നമ്മൾ തീറ്റ മിക്സ് ചെയ്യും. തീറ്റ നമ്മൾ അത് ഈ ഓക്ക അങ്ങനെയുള്ള ഇതെല്ലാം അവിടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് കുഴച്ച് വെച്ചേക്കുന്നതല്ലേ. ഇതിനെന്നെ പറഞ്ഞ ഈ കൊളുത്ത് ചൂണ്ട? ഇത് ലൂറെന്ന് പറയും. ഇതിന് ലൂറെന്ന് പറയും. ലൂറ് നേരത്തെ ഇട്ടതിന്റെ അതും ലൂറ് തന്നെയാണ്. അത് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രോഗുകളാന്നേ ഉള്ളൂ. ഓഹോ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലിയോപാർഡ് 45 എന്ന് പറയും. ചെറുമീന, വാഗ, വരാൽ, നാടൻ വരാലൊക്കെ കിട്ടും. ടൈപ്പ് ലൂറുണ്ട്. ഇത് സിഡ്സ് ഫ്രോഗ് എന്ന് പറയും. ഒരു ഡൈവേർഡ് ഫ്രോഗാണ്. ഭയങ്കര ഫേമസ് ആണ്. ഭയങ്കര റിസൾട്ടാണ്. തവളയെ പോലെ ഉണ്ട്. 2 കൊളുത്ത്, കൈയൊക്കെ കയറിയ പ്രശ്നം. അങ്ങനെ 3-4-5 വെറൈറ്റി ഉണ്ടല്ലേ? ഇത് മാറി കൊടുക്കും അല്ലേ? ഇത് മാറി നമ്മൾ ഓരോ ഇതനുസരിച്ച് കൊടുക്കും. നമുക്ക് എറിയാൻ പറ്റുന്ന അനുസരിച്ച് ലെങ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ലോങ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. സാധാരണ ഈ മീൻ പിടിക്കാൻ സമയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മെയിൻ അങ്ങനെയൊന്നും ഇല്ല, എപ്പോൾ പോയാലും കിട്ടുമെന്നാണ്. പക്ഷേ വരാൽ കിട്ടാൻ വേണ്ടി, വരാലും ചെറുമീനും വായ്ക്കൊക്കെ കിട്ടാൻ വേണ്ടി രാവിലെ മോർണിംഗ് പോകുന്ന 5:30 to 8:30 വരെ ആ സമയത്ത്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 4 മണി തൊട്ട് ഒരു 7 മണി വരെയൊക്കെ കിട്ടും. നിങ്ങൾ ഈ കായലിലൊക്കെ പോയി മീൻ പിടിക്കുന്നതാണോ? കായലിൽ ഇതുവരെ പോയിട്ടില്ല. പോകണമെന്ന് ആഗ്രഹപ്പെട്ടിരിക്കുക, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ പുഴയിലൊക്കെ പിടിക്കുന്നത്. രോഹു, മെയിനായിട്ട് രോഹു, കട്ട്ള, പുല്ലൻ. ഏറ്റവും കൂടുതൽ 16 കിലോ. 16 കിലോ മൊത്തം. കഴിഞ്ഞ കൊല്ലം പിടിച്ചിട്ടുണ്ട് 22 കിലോ. ഒരെണ്ണം 22 കിലോ. ഈ ടാക്കിൽ തന്നെ? ഈ സെയിം സാധനത്തിൽ. അങ്ങ് പോകുന്നുണ്ടോ? അങ്ങ് പോയാ വീഴുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നാണ് ഇതിന്റെ ആക്ഷൻ നടക്കുന്നതല്ലേ?
മീൻ സഡൻ ആയിട്ട് വന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അല്ലാതെ നമ്മൾ ഈ സാധാ ചൂണ്ട ഇടുന്ന പോലെ ഇട്ടിങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ ആക്ഷൻ കൊടുക്കണം, മറ്റേ രണ്ട് പോകുന്ന ആക്ഷൻ കൊടുക്കണം. നമ്മൾ ടിപ്പിൽ ഇങ്ങനെ അനക്കി കൊടുത്തോണ്ടിരിക്കുമ്പോഴത്ത് ചാടി പോകും. സ്പൈഡർ ഹുക്കല്ലേ ഏട്ടാ? ഇതപ്പോ എന്തൊക്കെ തീറ്റ വരുന്നോ ഇതിനകത്ത്? നമ്മളിപ്പം അത് ഈ ഇതിൻ്റെ പശുവിൻ്റെ കാലിത്തീറ്റ ഉണ്ടല്ലോ, കാലിത്തീറ്റയും മൈദയും കൂടെ മിക്സ് ചെയ്ത് കുഴയ്ക്കും. അതിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കും. പിന്നെ അതിനകത്ത് എന്തെങ്കിലും മറ്റേ നമ്മുടെ എസൻസ് എന്തെങ്കിലും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി, സ്മെല്ലിന് വേണ്ടി. പൈനാപ്പിൾ എസൻസോ വാനില എസൻസ് എന്തെങ്കിലും. ഇത് എന്നിട്ട് ഇത് കൊടുത്താൽ ഇതുണ്ടോ? അത് ഇതിലോട്ട് നമ്മളിങ്ങനെ ജയിക്കും. ഇവിടെയൊക്കെ പറഞ്ഞാൽ ആഴക്കൂടുതലായതുകൊണ്ട് കൂടി അല്ലായിരുന്നു. അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതൊക്കെ ആകുമ്പോഴത്തേ എവിടെയെങ്കിലും ഉടക്കി ഇതാവും. നമ്മൾ തന്നെ ഫ്ലോട്ട് എന്തെങ്കിലും കെട്ടിയിട്ടിടും, കുപ്പി എന്തെങ്കിലും കെട്ടിയിട്ട്. അങ്ങനെയല്ല. മൊത്തം കവർ ചെയ്യണം അല്ലേ? ഹുക്ക് കാണാത്ത രീതിയിൽ. ഇത് കഴിക്കുന്ന സമയത്ത് ഹുക്ക് വീഴണം അല്ലേ? അപ്പോൾ ഞാനീ ഫിഷിങ് ആദ്യമായിട്ട് അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിപ്പോൾ ഇത് തന്നെ എത്ര എണ്ണം കൊടുത്തു, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പോൾ ചെറിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലുതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഇതായി പോവുള്ളൂ. അല്ലാതെ ചെറുത് ഇപ്പോൾ പുല്ലന് അങ്ങനെയുള്ള ചെറിയ ചെറിയ പരലുകൾ അങ്ങനെയൊക്കെ ഉള്ളത്, അതൊക്കെ ചിലപ്പോൾ 5-6 ലോക്ക് ചെയ്തല്ലേ? ഈ കുപ്പി ഇട്ടേക്കുന്ന പൊങ്ങി വരാനാണ്? അതിൽ കൂടുതൽ താഴെ നമ്മൾ ആറ്റിൽ നിന്ന് പിടിക്കുന്ന പോലെയല്ല, കുളങ്ങളിൽ നിന്ന് പിടിക്കുന്ന കാര്യത്തിനടി മൊത്തം ചെളിയായിരിക്കും. മീനൊന്നും തീറ്റ എടുക്കാൻ പറ്റത്തില്ല കറക്റ്റായിട്ട്. ഇതാകുമ്പോഴത്തേക്ക് ഫ്ലോട്ടുള്ള കാരണം പൊങ്ങി കിടക്കുമ്പോൾ മീൻ തീറ്റ എടുക്കും. ഇതും നേരത്തെ ഇട്ട അതേ പ്രൊസീജിയർ തന്നെ. അത് തന്നെ. ഇത് പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. ഇട്ട് വെച്ചേക്കോ? കുഴൽ എവിടെ നിന്ന് എടുത്തായിരുന്നോ? വെച്ചിട്ട് കൊണ്ടാണ്. നമ്മളിട്ട കുപ്പി അവിടെ പൊങ്ങി കിടപ്പുണ്ട്. ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം അല്ലേ? പൈപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങളെ പൈപ്പ് എടുക്കാൻ മറന്നു. രാവിലെ പോയെടുക്കാം. രാവിലെ ഇവിടെ തന്നെയാണോ വരുന്നത്? ലോക്ക് ചെയ്യണം അല്ലേ? ഡ്രാഗ് സെറ്റ് ചെയ്യുമല്ലേ? ഇത് ഇനി ഇതിൽ കൂടുതൽ പോകത്തില്ല. വലിച്ചു കഴിഞ്ഞാൽ വലിയ മീൻ അടിച്ചു കഴിഞ്ഞാലും ഇച്ചിരി വലിച്ചു പോകണം. അങ്ങനെയല്ലേ? ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് ഡ്രാഗ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ചൂണ്ടയായിട്ട് അങ്ങ് പോകും. അങ്ങനെ വിഷ്ണു ചേട്ടനാണോ മീനെ പിടിക്കുക? നമ്മളിനിപ്പോൾ വെയിറ്റ് ചെയ്യണം. മീനെ കിട്ടി മീനെ കിട്ടി. എന്നാ മീനെ കിട്ടിയേ? നാടൻ വരാലല്ലേ? ചത്തോ? അയ്യോ, ഇഞ്ചോടായ മീനല്ലേ? ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ ഇഞ്ചോടാണല്ലോ? ഈ പിടിക്കാൻ വന്നവരുടെ കയ്യിൽ നിന്ന് പറ്റിയതാണോ അതോ ഇതിനകത്ത് ഈ കല്ലും എന്തോ പറ്റിപ്പോയത്? ഓഹോ, നാടൻ വരാല്. ഇതതിൻ്റെ ഹുക്ക് ഊരുന്ന സാധനമാണ് കേട്ടോ. വലിയ മീനിന്റെ ഇങ്ങനത്തെ ഹുക്കാണോ? അല്ലല്ലോ. ഏതാ? വലിയ മീനൊക്കെ പിടിക്കുമ്പോഴോ ഡയറക്റ്റ് വിഴുങ്ങുമോ? അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ മീൻ കിട്ടി. വിഷ്ണു ചേട്ടൻ പിടിച്ച ആദ്യത്തെ നാടൻ വരാൽ. ഗ്രിപ്പർ എന്ന് പറയുന്ന സാധനം അല്ലേ?
ഓ ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ മീൻ നന്നായിട്ട് ഇഞ്ചേർഡ് ആയതാണ് കേട്ടോ. ഇത് ഈ കുളത്തിലൊക്കെ കിടന്നിട്ടെ അടുത്ത മീനെ പിടിക്കാൻ വേണ്ടി നിർത്തി. ശരിക്കും പറഞ്ഞാൽ മുള്ളില്ല. അത് ഇപ്പോൾ വിഷ്ണുചേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചെറിയ പല്ല. ഇപ്പൊ നമ്മൾ അരമണിക്കൂർ പിടിച്ചിട്ടല്ലേ നമുക്ക് ഈ നാടൻ വരാലിനെ കിട്ടിയേ? ആ 2 മിസ്സായിപ്പോയി. ഈ സാധനം പെട്ടെന്ന് നമ്മളിട്ട് പെട്ടെന്ന് എടുക്കുന്ന ആയതുകൊണ്ട് ചിലപ്പോൾ സാധനം കൊളുത്താൻ സാധ്യത കുറവായിരിക്കും അല്ലേ ചേട്ടാ? ഓ ഈ ചെറിയ ചെറിയ പുല്ലേലല്ലേ? ഏകദേശം ഒരു 1/4 കിലോ അടുത്തുള്ള നാടൻ വരാലാണ്. അതെ, നമ്മൾ ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ച് എന്ത് രണ്ടാമത്തെ കിട്ടിയോ? നിന്ന് ഇപ്പം ഇത് 2ാമത്തെ മീനെ കിട്ടി. ഇത് നാടൻ വരാലല്ലേ? റിലീസ് ചെയ്യോ? അതെങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്? എടുത്ത് നമ്മൾ തിരിച്ച് വെള്ളത്തിലോട്ട് വിട്ടേക്കാം. കാര്യം ഇതിന് തീരെ ചെറുത്, ശക്കലും കൂടെ വലുതായിക്കോട്ടെ. കുറച്ചു മുമ്പ് അത്യാവശ്യം ഇഞ്ചോർഡ് ആയ കാരണം എടുക്കുന്നു. തിരിച്ച് കളയാം. ചുമ്മാ വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. വെള്ളത്തിൽ ഇട്ടാൽ മതി. അത് വളരെ ചെറുതാ, ഒരു 100 ഗ്രാം കാണും അല്ലേ? അത്രയും പോലും ഇല്ല, തീരെ ഞങ്ങൾ ഞൊട്ടിന്നൊക്കെ. മറ്റേ പിന്നെ അത്രയ്ക്ക് ഇഞ്ചോർഡ് ആയതുകൊണ്ട് നമ്മൾ എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ അതിനെ റിലൈസ് ചെയ്യാനല്ലേ? ഇപ്പം നമുക്ക് മറ്റേ മീനെ ഇങ്ങനെ വലിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആവും. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കും. നല്ല വേണം ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും തെന്നി പോയിരുന്നെങ്കിൽ പണി കിട്ടിയാൽ. പിടി കിട്ടിയെന്ന് തോന്നുന്നു. ദൈവമേ പോവല്ലേ. നമ്മൾ ഇതിനെയും പിടിച്ച് രാജുവേണ്ട അടുത്തേക്ക് പോവുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീനെന്തോ കുത്തിയിട്ടുണ്ടെന്ന് വിഷ്ണു ചേട്ടൻ പറയുന്നത് കാണത്തില്ല. ഏകദേശം 6:30 അടുത്തു. വീമെല്ലാം കുത്തിയോ? ആ കുത്തി ഉണ്ടോ? പോയല്ലേ? ഉണ്ടല്ലോ. വലിക്കുന്നുണ്ട്. ആ മീൻ കിട്ടി. ആ പുല്ലനാ അല്ലേ? മഞ്ഞക്കൂരി അല്ലേ? ഇത് കൊമ്പുള്ള മീനാണ്. ഇത് കൊമ്പുള്ള മീനല്ലേ? എന്നാ പെട്ടെന്ന് കൂടി പിടിക്കാനാണ് കുറച്ച് പാടല്ലേ? നല്ല മുള്ളുള്ള മീനല്ലേ? ആ ഇത് കുത്തുന്ന മീന. ഇതാണ് അതിന്റെ മുള്ള്. ഏത് ഇതല്ലേ? ഇത് നല്ല ഷാർപ്പായിട്ടുള്ള മുള്ള്. കൊമ്പെന്നാ ഞങ്ങള് പറയുന്നത്. ഇനി തീറ്റ ഫില്ല് ചെയ്യണം. ഒന്നുകൂടെ അറിയാല്ലേ? അതൊന്ന് കവറിലോട്ടോ. തിരിച്ചടിക്കായിരുന്നു അല്ലേ? ഈ തിരിച്ചടിക്കാന്ന് പറഞ്ഞ ഈ സാധനം തിരിച്ചടിക്കാന്ന് പറയുന്നത് എന്താ ചേട്ടാ? തിരിച്ചടിക്കാന്ന് പറഞ്ഞ മീൻ തിരിച്ച് അങ്ങോട്ട് ഇത് മീനുണ്ടോ ഇല്ലോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല പെട്ടെന്ന്. ഓ അങ്ങനെയല്ലേ? കാർപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിച്ചോണ്ട് പോകും. കാർപ്പാണെങ്കിൽ തിരിച്ച് നമ്മൾ ഏകദേശം 5 മണിയായപ്പോ വന്നല്ലേ? ഇപ്പൊ ഒരു മഞ്ഞക്കൂരിയും പിന്നെ 3 മീനും കണ്ട് പോയല്ലേ? 2 മീൻ മിസ്സായി പോയി. ഒരു മീൻ കിട്ടി. 2 മീൻ കിട്ടി. ഒരെണ്ണം റിലീസ് ചെയ്തു. ഒരെണ്ണം നമ്മൾ റിലീസ് ചെയ്തു. ഒരു മഞ്ഞക്കൂരിയും കിട്ടി. സാധാരണ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എത്ര സമയം വരെ ഇരിക്കും?
പോവും. കിട്ടിയാലും കിട്ടിയില്ലല്ലോ. ജൂൺ മാസം മീൻ കിട്ടുന്ന സമയമാണെങ്കിൽ വീട്ടിൽ പോകത്തില്ല. ഇവിടെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ അവിടെ നിൽക്കും. ആ, നല്ല രസമല്ലേ ഇങ്ങനെ കിട്ടുക എടുക്കുക അങ്ങനെയല്ല. എന്നോട് എടുത്തോളാൻ പറഞ്ഞു. താങ്ക്സ് ചേട്ടോ. ഇനിയിപ്പോ വീട്ടിലോട്ടോ. അപ്പൊ ശരിയെന്നാ, താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ അവിടെ വിഷ്ണു ചേട്ടനോടൊക്കെ ബൈ പറഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. ബാക്കി നമുക്ക് നാളെ ഉച്ചയ്ക്ക് കാണാം. അപ്പോൾ നമ്മൾ കല്ല വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അല്ലേ അമ്മ ഇത്രയും പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോ അരച്ചു വരട്ടുന്ന സമയത്ത് കാണാം. അപ്പൊ ആദ്യം നമ്മള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ, ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഉണ്ടല്ലേ, ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, ഒരല്പം മഞ്ഞപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പല്ലേ. വരാല് 2 പീസ് ആക്കിയല്ലേ, ഇത് വരാല് ഇത് വരാല്. നാരങ്ങ പിഴിഞ്ഞല്ലേ. നമ്മളിപ്പോ നല്ല ചൂട് പൊറോട്ട മേടിച്ചിട്ടുണ്ട്. ചൂട് പൊറോട്ടയും മീൻ വറുപ്പും ബോളയും. പൊളി കോമ്പിനേഷൻ. ഞാനല്ലായിരിക്കും ടേസ്റ്റ് ചെയ്യുന്നത്, അച്ചാച്ചയും ബിബിനും ആയിരിക്കും ടേസ്റ്റ് ചെയ്യുന്നത്. ഇത് പുരട്ടി ഒരു 10 മിനിറ്റ് പിടിക്കണം അല്ലേ? നന്നായിട്ട് മസാല ഒക്കെ വെക്കും. അപ്പൊ നമുക്ക് ഇനി മീൻ വറുക്കുന്ന സമയത്ത് കാണാം. നമ്മുടെ മീൻ അരച്ച് വരട്ടിയത് എണ്ണയിലിട്ടത് നന്നായിട്ട് വറുത്തോണ്ടിരിക്കുകയാണ്. വറക്കുകയോ പൊരിക്കുകയോ അങ്ങനെയൊക്കെ പറയാം. പൊരിക്കുക, അതായിരിക്കും ഇച്ചിരി നല്ലത്. അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മീൻ പൊരിച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് ഇനിയിപ്പോൾ പോകും. അത്തപ്പൂ മൊത്തം ഡെക്കറേഷൻ ചെയ്ത്. അപ്പോൾ നമ്മുടെ പൊരിച്ച മീൻ ഫ്രൈ, ഇത് മഞ്ഞക്കൂരി, ഇത് രണ്ടും വരാല്, നല്ല ചൂട് പൊറോട്ട, ഗ്രേവി. അച്ചാച്ച എടുത്തോ, മീൻ വന്നിരി.
ഈ വരാലിൻ്റെ ഇതിനകത്ത് നാരങ്ങ ചെറുതായിട്ട് അവിടെ പിഴിഞ്ഞിട്ട് അതിനകത്ത് മറിച്ച് വീണ്ടും നാരങ്ങ പിഴിഞ്ഞ് മഞ്ഞക്കൂരി ഇങ്ങനെ തിരിച്ച് വെച്ച് അതൊരു നാരങ്ങ പിഴിഞ്ഞിട്ട് കഴിക്കണം. അടിപൊളിയാണ്. ഒരു പൊറോട്ട എടുത്ത് ബീവിനൊരു പൊറോട്ട നാരങ്ങത്തോണ്ട് ബീവിനൊരു വരാലിൻ്റെ ഒരു പീസ് ബീവൻ കഴിക്കും. ഞാനൊരു മഞ്ഞക്കൂരി നല്ല സ്റ്റൈൽ മഞ്ഞക്കൂരി സബോള തക്കാളി ആദ്യം മീൻ മാത്രം ഒന്ന് രണ്ടുപേരും കഴിച്ചു നോക്കും. മീനോടെ മഞ്ഞക്കൂരി ഇങ്ങനെ പൊളിച്ച് കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് നല്ല സൂപ്പർ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുരുമുളകും നല്ല ഉപ്പും കൃത്യമായിട്ടുണ്ട്. പൊറോട്ടയൊക്കെ ആയിട്ട് കൂട്ടി കഴിച്ചു നോക്കാം. മഞ്ഞക്കൂരി ഇത്രയും ടേസ്റ്റായിട്ട് മഞ്ഞക്കൂരി കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. മഞ്ഞക്കൂരി സബോള എടുത്ത് വെച്ചോ, കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ടേസ്റ്റ്. മഞ്ഞക്കൂരി ഇതുപോലെ വറുത്ത് നല്ല ഫ്രൈ ആയിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമുക്ക് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞാൽ രാജീവേട്ടനോടും വിഷ്ണു ചേട്ടനോടും. അവരാണ് ഇന്നലെ വളരെ എഫേർട്ട് എടുത്ത് ഈ രണ്ട് മീനെയും പിടിച്ച. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അപ്പൊ ഇപ്പൊ ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറായി അല്ലെ രാജീവേട്ടൻ വിഷ്ണു ചേട്ടാ? അപ്പൊ ശരിക്കും പറഞ്ഞാലേ ഈ മീൻ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ചില ദിവസം കിട്ടും, ചില ദിവസം കിട്ടത്തില്ല അല്ലേ? ഇല്ല ചില ദിവസം കിട്ടും, ചിലപ്പോൾ ഒരാഴ്ച കിട്ടായിരിക്കും. ഞാൻ 1 മാസം കിട്ടായിരുന്നുണ്ട് കഴിഞ്ഞ ഇടയ്ക്ക്. ആണല്ലേ? കണ്ടിന്യൂസ് പോകും കിട്ടായിരിക്കും, പിന്നെ വരും. ഇപ്പോഴും മീനൊന്നും കിട്ടിയില്ല. എന്നേക്കാളും നമുക്ക് 2 മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു മഞ്ഞക്കൂരിയും പിന്നെ ഒരു നാടൻ വരാലും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ച വൈകുന്നേരമാണ്. ഇന്ന് വൈകുന്നേരം നമ്മുടെ കോളേജ് MG യൂണിവേഴ്സിറ്റി എക്സാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് കാണാൻ ചാൻസ് കുറവാണ്. ഏക്കാലും അടുത്ത ദിവസത്തെ ലൈവിൽ ഞാൻ വീഡിയോസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ. അപ്പോൾ അതെ നമ്മുടെ നാടൻ വരാല് പൊറോട്ട വെച്ച് ഒരു ശകലം സബോളയൊക്കെ വെച്ചത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല. ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റ്. ആ വെളിച്ചെണ്ണ വറുത്തതിൻ്റെ ഒരു സാധനം. ഞാനപ്പോൾ ഇവിടെ തീർക്കട്ടെ. ഇതൊക്കെ ബ്ലോക്കേഴ്സിലായിരിക്കും. കുറച്ച് നാടൻ വരാല് അങ്ങനെ എടുത്ത് ഇങ്ങനെ പൊളിയായിട്ട്. താങ്ക്സ്. അടുത്ത വീഡിയോ കാണാം. ബൈ. പറഞ്ഞോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കമന്റ് ചെയ്ത് എല്ലാം ഈ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ക്ഷമ വേണ്ട കാര്യമാണ്. ഞാനിവിടെ വന്നിരിക്കാൻ പറഞ്ഞിട്ട് 10 മിനിറ്റ് ആയി. മീനൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ലല്ലോ. അവിടെയൊക്കെ ഓരോ ചേട്ടന്മാർ വന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ വിഷ്ണു ചേട്ടൻ വന്ന് മീൻ പിടിക്കുന്നുണ്ട്. നല്ല ക്ഷമ വേണ്ട കാര്യം. എനിക്കാണ് തീരെ ക്ഷമയും ഇല്ല.
ഞാൻ വിചാരിച്ചു ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല സംഭവം. പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഐഫോൺ മിക്കവാറും പൊട്ടിത്തെറിക്കും.